ഈയിടെ ഫേസ്ബുക്ക് ഇന്ത്യക്കാരനായിട്ടുള്ളൊരു എഞ്ചിനീയർക്ക് $250 മില്യൺ ഒരു പാക്കേജ് ഓഫർ ചെയ്ത വാർത്തയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഉള്ളതാണെന്നൊക്കെയുള്ള പലർക്കും സംശയമുണ്ട്. കുറച്ച് ദിവസം മുമ്പ് എന്നെ ഒരു കുട്ടിയുടെ പേരന്റ് വിളിച്ചു. എന്നോട് ചോദിച്ചു, "ഇതൊക്കെ ഉള്ളതാണോ? എൻ്റെ മോള് ബിടെക് ഇൻ എഐ ആണ് പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഈ ഒരു പാക്കേജൊക്കെ കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം?" ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംശയം. അപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് വാർത്ത വായിച്ചിട്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ലോൺ എടുത്താണ് കുട്ടിയെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ക്യൂരിയോസിറ്റി നിങ്ങളിൽ പലർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ക്യൂരിയോസിറ്റി തീർക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. എഐ കാലഘട്ടത്തില് പ്രധാനമായിട്ടും 3 രീതിയിലുള്ള കമ്പനികളാണ് ഉണ്ടായി വരിക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നൊരു എഐ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ. അതായത് കോർ ആയിട്ടുള്ള എഐ ബിൽഡ് ചെയ്യുന്ന ഓപ്പൺ എഐ, മിസ്ട്രാൽ, ജെമിനി ഒക്കെ പോലുള്ള സംഭവങ്ങൾ ബിൽഡ് ചെയ്യുന്ന എഐ കമ്പനികൾ. അപ്പോൾ ഇവരുടെ എഐ ആയിരിക്കും മറ്റുള്ളവർ യൂസ് ചെയ്യുക. അപ്പോൾ ഈ കോർ എഐ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വളരെ വലിയ രീതിയിലുള്ള ശമ്പളങ്ങൾ. അപ്പോൾ ഈ ശമ്പളം കിട്ടണമെങ്കിൽ ചുമ്മാതെ കിട്ടില്ല. നല്ല സ്കില്ല് വേണം. മാത്തമാറ്റിക്സ്, പ്രോഗ്രാമിംഗ് തുടങ്ങിയ പല മേഖലകളിൽ സ്കില്ലുള്ള വളരെ ബ്രില്യൻ്റ് ആയ ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു സാലറി ഒക്കെ കിട്ടുക. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് കമ്പനികൾ എന്ന് പറയുന്നത്, ഈ മോഡൽസ് അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഫൗണ്ടേഷൻ മോഡൽസ് ഉണ്ടാക്കുന്ന ആളുടെ അത്ര അറിവൊന്നും വേണ്ടി വരില്ല. എന്നാലും അത്യാവശ്യം അറിവുള്ള ആൾക്കാർക്ക് ആയിരിക്കും ഇത് വേണ്ടി വരിക. അവർക്കും വലിയ തെറ്റില്ലാത്ത രീതിയിലുള്ള സാലറി ഒക്കെ കിട്ടും. ഇനി മൂന്നാമത് വരുന്നത് ഈ യൂട്ടിലിറ്റീസ് ബിൽഡ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ആണ്. അതായത് ആദ്യത്തെ എഐയുടെ പ്ലാറ്റ്ഫോം കൊടുക്കുന്ന എപിഐസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ സർവീസുകൾ ഉപയോഗിച്ച് യൂട്ടിലിറ്റികൾ ബിൽഡ് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു ആപ്പ് ഉണ്ടാക്കണം. ആ ആപ്പ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വാങ്ങേണ്ട ഗ്രോസറീസിൻ്റെ കാര്യങ്ങൾ ഞാനൊരു വോയിസ് മെസ്സേജ് ആയിട്ട് പറയും. അതിൽ നിന്ന് അതിനെ എന്തൊക്കെ ഗ്രോസറിയുടെ പേരാണ് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കി ഒരു ആഹ്, എൻ്റെ കാർട്ടിൽ ആഡ് ചെയ്യണം. ഇതാണ് എനിക്ക് ചെയ്യേണ്ട ഒരു ആപ്പ്. അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ എനിക്ക് ഉണ്ടാക്കണം. ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കണമെങ്കിൽ എന്താ ഞാൻ ചെയ്യുക? എനിക്ക് ഇത്തരത്തിലുള്ള ഫൗണ്ടേഷൻ മോഡൽ കൊടുക്കുന്ന ഏതെങ്കിലും കമ്പനികളുടെ വോയിസിനെ ടെക്സ്റ്റ് ആക്കുന്ന ഒരു സർവീസ് യൂസ് ചെയ്യുക. ആ സർവീസ് യൂസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക. ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ ആളുകൾക്ക് കൊടുക്കുക. ഇതാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ സപ്ലൈ ഉള്ളൊരു ഫീൽഡ് എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ യൂട്ടിലിറ്റി ഫീൽഡാണ്. അതായത് ഇത് ചെയ്യാൻ ഒരുപാട് ടെക്നിക്കൽ സ്കില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. മറ്റ് 2 ഏഹ്, കാര്യങ്ങളെ നോക്കുമ്പോഴത്തേക്കും ഇതിപ്പോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് ടെക്നിക്കൽ സ്കില്ലിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം പ്രോഗ്രാമിംഗ് അറിയുന്ന ആർക്കും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന എഐയിലുള്ള ജോബ് ഓഫേഴ്സിൻ്റെ റിയാലിറ്റി. ഏറ്റവും കൂടുതൽ സാലറി കിട്ടുക എന്ന് പറയുന്നത് ഫൗണ്ടേഷണൽ മോഡൽസ് ബിൽഡ് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും. അതിനേക്കാൾ കുറച്ചും കൂടി താഴ്ന്നൊരു ലെവലുള്ള പാക്കേജുകൾ കിട്ടുക. എന്നാലും നല്ല മികച്ച പാക്കേജുകൾ കിട്ടുന്നതെന്ന് പറയുന്നത് ഈ ഫൗണ്ടേഷണൽ മോഡലുകളെ ആവശ്യത്തിന് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾക്കായിരിക്കും. ഏറ്റവും ലോവർ ടയറിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ ഫൗണ്ടേഷണൽ മോഡൽസ് എടുത്ത് ഈ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്ന യൂട്ടിലിറ്റി എഞ്ചിനീയേഴ്സ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഒരു റഫ് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂ. എനിക്കറിയാവുന്ന ഉത്തരങ്ങളാണെങ്കിൽ ഞാൻ പറയാം. താങ്ക് യു.